ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവാലുവേറ്റ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ദി റീജിയൻ ജി ഇസഡ് ഡി വി. അപ്പോഴത്തേക്ക് നമ്മൾ ജിയെ ഡിഫൈൻ ചെയ്തേക്കുവാണ്. വേർ ജി ഇസ് ദ വെഡ്ജ് ഇൻ ദി ഫസ്റ്റ് ഒക്ടന്റ്. അപ്പൊ ജി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒക്ടന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് ഒക്ടന്റ് പ്രത്യേകത എന്താണ്? എക്സ് വൈ സെഡ് പോസിറ്റീവ് ആയിരിക്കും. കട്ട് ഓഫ് ഫ്രം ദി സിലിണ്ടറിക്കൽ സോളിഡ് ഇസഡ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ 1 ആൻഡ് ദി പ്ലെയിൻസ് y ഈക്വൽ ടു എക്സ് ആൻഡ് എക്സ് ഈക്വൽ ടു 0. അപ്പൊ ഈ ഇസഡ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ സെഡ് പ്ലെയിനകത്തുള്ള ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ആ ഒരു വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർക്കിളിന്റെ റേഡിയസ് 1 യൂണിറ്റ് ആയിരിക്കും. ആ സർക്കിളിന്റെ ഇന്റീരിയർ പോർഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ എക്സിനെ പ്രത്യേകിച്ച് ഒന്നും റെപ്രസെന്റ് ചെയ്യാത്തതുകൊണ്ട് എക്സ് ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ആയാൽ മതി. എക്സ് എലമെന്റ് ഓഫ് റിയൽ നമ്പർ ആയാൽ മതി. അപ്പോഴത്തേക്കും വൈ ആക്സ് ഉണ്ട്, ഇസഡ് ആക്സ് ഉണ്ട്. അപ്പൊ എക്സ് ആക്സ് പെർപെൻഡിക്കുലർ ആണ്. അപ്പോഴത്തേക്കും എക്സിന്റെ വാല്യൂ പല വാല്യൂ എടുക്കുമ്പോൾ ഈ ടേപ്പ് ഇരിക്കുന്ന പോലെ തന്നെ ഒരു സോളിഡ് സിലിണ്ടർ വരും. എക്സിന്റെ വാല്യൂ ഓരോരോ വാല്യൂ വരുമ്പോഴത്തേക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫൈനൈറ്റ് ലോങ് സിലിണ്ടറിന്റെ ഒരു ഇക്വേഷൻ ആണ്. അതായത് സിലിണ്ടർ ഇങ്ങനെ പോവാ, ഇങ്ങോട്ടുണ്ട് പോസിറ്റീവ് ഇസഡും ഉണ്ട്, നെഗറ്റീവ് ഇസഡും ഉണ്ട്. അതായത് ജസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈ സെഡ് പ്ലെയിൻ ഉണ്ട്. ഇതിന് ഇവിടെ ഇങ്ങനെ എക്സ് ആക്സിസ് ഉണ്ട്, കണ്ടോ? എക്സ് ആക്സിസ് ഉണ്ട്. എക്സിന് പല വാല്യൂ കൊടുക്കുമ്പോൾ നമുക്കൊരു സിലിണ്ടറിനെ കിട്ടും. അപ്പൊ ഈ ഒരു സിലിണ്ടർ ആണ് ഈ ഉദ്ദേശിക്കുന്നത്. ആ സർക്കിൾ ലൈ ചെയ്യുന്നത് എന്താണ്? വൈ സെഡ് പ്ലെയിൻ ആണ്. അപ്പൊ നമുക്ക് ഇത് 2 ഡയമെൻഷനിൽ വരയ്ക്കാൻ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോഴത്തേക്ക് ആദ്യം നമുക്ക് നമ്മുടെ പ്ലെയിൻസ് ഒക്കെ എന്തുവാന്ന് നോക്കാം. അപ്പൊ നോക്കി, ഒന്നാമത്തെ കാര്യം ഈ ഒരു സിലിണ്ടറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്? ഇസഡ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അപ്പോഴത്തേക്കും ഞാൻ ഈ ഒരു വാല്യൂ, ഈ ഡോട്ടഡ് ലൈന് ഞാൻ പോസിറ്റീവ് ഇസഡ് ആക്സ് ആയിട്ട് എടുത്തു. ഇത് നെഗറ്റീവ് ഇസഡ് അവിടെ ഉണ്ട്, ഇസഡ് ആക്സ് ഉണ്ട്. ഓക്കെ, ഇത് പക്ഷേ ശരിക്കും എന്താണ്? ബോർഡിന് പെർപെൻഡിക്കുലർ ആണ്, അങ്ങനെ വരയ്ക്കാൻ പറ്റത്തോണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു. ബാക്കി ഇസഡ് ആക്സ് ഞാൻ വരച്ചു കഴിഞ്ഞാൽ പിന്നെ എക്സ് ആക്സ് ഉണ്ട്. അപ്പോഴത്തേക്ക് എക്സ് ആക്സ് ഇസഡ് ആക്സിന് ഈ ഒരു പ്ലെയിനകത്ത് എക്സ് ഇസഡ് പ്ലെയിനകത്ത് കിടക്കുന്ന ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത് വിത്ത് യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിൾ. അപ്പോഴത്തേക്കും ഇതിന് ഈ എക്സ് ആക്സിസ് ഉണ്ട്, ഇസഡ് ആക്സിസ് ഇങ്ങനെ ബോർഡിന് പെർപെൻഡിക്കുലർ ആണ്. എക്സ് അല്ല, വൈ ആക്സിസ് ഉണ്ട്. ഈ വൈ ആക്സിസ് ഉണ്ട്, വൈ സെഡ് പ്ലെയിനിലുള്ള സർക്കിൾ നമ്മൾ വരച്ചു. വൈ ആക്സ് ഉണ്ട്, ഇസഡ് ആക്സ് ഉണ്ട്. ഇസഡ് ആക്സ് ശരിക്കും എന്താണ്? ഈ പേന ഇരിക്കുന്ന പോലെയാണ്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സ് എന്താണ്? എക്സ് ആക്സിസ് ഉണ്ട്. ഓക്കെ, അപ്പോഴത്തേക്കും ഈ ഒരു സിലിണ്ടർ ശരിക്കും നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഈ ഒരു സിലിണ്ടർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ സിലിണ്ടർ പോണത്. എക്സ് വൈ പ്ലെയിനകത്ത് അതിന്റെ സർക്കുലർ റീജിയൻ ഇരിക്കും. ഇസഡ് അതിന്റെ ഹൈറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിലിണ്ടറിനെ ഈ പ്ലെയിൻ കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന വെഡ്ജ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വെഡ്ജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ ഒരു സിലിണ്ടർ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെന്ന് വെച്ചോ, അതായത് ഈ സിലിണ്ടർ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെന്ന് വെച്ചോ, അപ്പൊ ഈ ഒരു ഷേപ്പ് ഫോം ചെയ്യുന്ന ഒരു വെഡ്ജ് ആണ്. അതായത് ഏകദേശം അത് ഇങ്ങനെ ഒരു ഷേപ്പിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, ഒരു വെഡ്ജ് ഷേപ്പ് കിട്ടുന്നത്. അപ്പൊ അത് എങ്ങനെ കിട്ടും? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്ലെയിൻ ആണ്? എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പ്ലെയിൻ വൈ സെഡ് പ്ലെയിൻ ആണ്. വൈ സെഡ് പ്ലെയിനകത്ത് എക്സിന്റെ വാല്യൂ 0 ആണ്. അപ്പോഴത്തേക്കും ഈ ഒരു പ്ലെയിൻ. ഓക്കെ, ഇനി വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ എപ്പോഴും എക്സ് ആയിരിക്കും. അപ്പൊ വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ ഇങ്ങനെ വരും. പക്ഷെ ഇതെന്താണ്? പല ഇസഡ് വാല്യൂ വരുമ്പോഴത്തേക്ക് എന്റെ കൈ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഓരോ പ്ലെയിൻസ് ആയിട്ട് വരും. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുക. അപ്പൊ എനിക്ക് എന്ത് ചെയ്യും? ഈ ഷേപ്പിലുള്ള വെഡ്ജിനെ കിട്ടും. അപ്പോഴത്തേക്കും ഇനി നമുക്ക് നോക്കാം നമുക്ക് എങ്ങനെ വോളിയം കണ്ടുപിടിക്കാം എന്നുള്ളത്. അതായത് നമുക്ക് വോളിയം കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെഡ്ജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? നോക്കി, ഈ ഒരു സർക്കുലർ റീജിയനും ഈ ഒരു റീജിയനും കൂടി ചേർന്നാണ് നമ്മുടെ ഒരു വെഡ്ജ് പോകുന്നത്. ഈ വെഡ്ജിന്റെ ഏതാണ് ഫസ്റ്റ് ഒക്ടന്റിലുള്ള ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ട്, റെക്ടാംഗുലർ പ്ലെയിൻ ആണ് ഇങ്ങനെ കട്ട് ചെയ്ത് പോണത് നമ്മുടെ സിലിണ്ടറിന്. അപ്പോഴത്തേക്കും ഈ വെഡ്ജിന്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെഡ്ജിന്റെ ഹൈറ്റ് എന്തുമായിരിക്കും? ഡി സെഡ് ആയിരിക്കുമല്ലോ ഹൈറ്റ്. അപ്പോഴത്തേക്ക് ഈ വെഡ്ജിന്റെ വോളിയം എന്തുവാന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോഴത്തേക്കും ട്രിപ്പിൾ ഇന്റഗ്രൽ ഇസഡ് അതുപോലെ എഴുതി. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സ് ഡി വൈ ഡി സെഡ് ആണ് വോളിയം. അപ്പോഴത്തേക്കും എക്സിന്റെ വേരിയേഷൻ എവിടെ തൊട്ടാണ്? എക്സിന്റെ വേരിയേഷൻ 0. അതായത് എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുന്ന ഈ പ്ലെയിനകത്ത് എക്സിന്റെ വാല്യൂ 0 തൊട്ട് അത് ഈ വെഡ്ജിന്റെ ഈ ഫോം ചെയ്യുന്ന പ്ലെയിൻ, ഈ പ്ലെയിനകത്തുള്ള എക്സിന്റെ വാല്യൂ എന്താണ്? ഈ പ്ലെയിനിന്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു വൈ ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ 0 നിന്ന് y വരെയാണ് വേരിയേഷൻ നടക്കുന്നത്. ഇനി വൈയുടെ വേരിയേഷനും
ഇസഡിന്റെ വേരിയേഷനോ ഉണ്ടെങ്കിൽ എനിക്ക് എളുപ്പം കിട്ടും. അതിന് പകരം ഞാൻ എന്ത് ചെയ്തു, ഇതൊരു സർക്കിൾ അല്ലേ ഫോം ചെയ്യുന്നത്, സർക്കിൾ ഫോം ചെയ്യണം. അപ്പൊ ഈ സർക്കിൾ ഫോം ചെയ്യുമ്പോൾ നമുക്ക് അതിനെ പോളാർ ഫോമിലോട്ട് മാറ്റാലോ. അപ്പോഴത്തേക്കും എക്സ് വൈ പ്ലെയിനകത്ത് ഒരു സർക്കിൾ, അപ്പോഴത്തേക്കും വൈ ആക്സും വരച്ചു, ഇസഡ് ആക്സും വരച്ചു, അതായത് എക്സ് ഇസഡ് പ്ലെയിനകത്ത് ഒരു സർക്കിൾ. ഈ സർക്കിൾ ലൈ ചെയ്യുന്ന എക്സ് ഇസഡ് പ്ലെയിൻ അല്ലേ. അപ്പോഴത്തേക്കും ഫസ്റ്റ് ഒക്ടന്റ് എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത, ഫസ്റ്റ് ഒക്ടന്റിൽ എക്സും വൈയും ഇസഡും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ അപ്പർ ഹാഫ് ആയിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ എക്സും വൈയും ഇസഡും പോസിറ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻ കൺസിഡർ ചെയ്യാം. അപ്പോഴത്തേക്കും പോളാർ ഫോമിന് ജനറലി നമ്മൾ എങ്ങനെ കൊടുക്കുന്നത്, ഡി എക്സ് ഡി വൈക്ക് നമ്മൾ ആർ ഡി ആർ ഡി തീറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അപ്പോഴത്തേക്കും ഡി വൈ ഡി സെറ്റിനാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഡി വൈ ഡി സെറ്റിന് എനിക്ക് എങ്ങനെ കൊടുക്കാം, ഡി വൈ ഡി സെറ്റിന് ഞാൻ ആർ ഡി ആർ ഡി തീറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇനി റേഡിയസ് എവിടെ തൊട്ടാണ് വേരി ചെയ്യുന്നത്, റേഡിയസ് 0 നിന്ന് 1 യൂണിറ്റ് വരെയാണ് റേഡിയസിന്റെ വേരിയേഷൻ, 0 നിന്ന് 1 വരെയാണ് റേഡിയസിന്റെ വേരിയേഷൻ. ഇനി നമുക്ക് തീറ്റയുടെ വേരിയേഷൻ വേണം. അപ്പൊ തീറ്റയുടെ വേരിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, സർക്കിൾ ഉണ്ട്, റേഡിയസ് 1 യൂണിറ്റ് ആണ്, നമുക്കിവിടെ വൈ ആക്സ് ഉണ്ട്, ഇസഡ് ആക്സ് ഉണ്ട്. അപ്പൊ ഞാൻ റെഫറൻസ് എടുക്കുന്ന ഇസഡ് ആക്സിനെ തീറ്റ ആയിട്ട് എടുക്കുകയാണ്, പോസിറ്റീവ് ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം തീറ്റ എപ്പോഴും ക്ലോക്ക് വൈസ് എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ്, ആന്റി ക്ലോക്ക് വൈസ് എടുത്താൽ പോസിറ്റീവ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ആംഗിൾ എടുക്കണം, ഫസ്റ്റ് ക്വാഡ്രന്റ് 90 ഡിഗ്രി അല്ലേ. അപ്പൊ തീറ്റയുടെ വേരിയേഷൻ 0 നിന്ന് പൈ വരെയാണ്. അപ്പോഴത്തേക്കും ഇത് റേഡിയസ് 6 ആണെങ്കിൽ ഇസഡ് എന്തായിരിക്കും, തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് ആയതുകൊണ്ട് ആറ് തീറ്റ ഇസഡ് ആണെങ്കിൽ ഇസഡ് എന്താണ്, ആർ കോസ് തീറ്റ ആയിരിക്കും. കാരണം നമ്മൾ സർക്കിളിന്റെ പാരാമെട്രിക് ഫോം +2 പഠിച്ചതാണ്. അതായത് നോക്കി, ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ എക്സ് ആക്സ് ആയിട്ട് തീറ്റ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സിനെ നമ്മൾ വിളിക്കുന്നത് ആർ കോസ് തീറ്റ എന്ന് വിളിക്കും, വൈയെ നമ്മൾ ആർ സൈൻ തീറ്റ എന്ന് വിളിക്കും. ഇവിടെ നമ്മൾ എടുത്ത റെഫറൻസ് ഇസഡ് ആക്സ് ആയിട്ട് നമുക്ക് വൈയെ നമുക്ക് ആർ സൈൻ തീറ്റ എന്ന് വിളിക്കാം. അപ്പോഴത്തേക്കും π/2 ആണ് ആംഗിൾ വരുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, y = ആർ സൈൻ തീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആർ സൈൻ തീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇസഡിന്റെ വാല്യൂ എന്തായിരിക്കും, ഇസഡ് എന്താണ്, ആർ കോസ് തീറ്റ അല്ലേ, കാരണം അഡ്ജസന്റ് സൈഡ് ആയിട്ട് നമുക്ക് ഇതിനെ ആർ കോസ് തീറ്റ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇത്രയും സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് അകത്ത് കിടക്കുന്ന ഓരോ സംഭവം വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. ആദ്യം ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് കിട്ടും. എക്സിന്റെ വേരിയേഷൻ 0 നിന്ന് ആർ സൈൻ തീറ്റ. അപ്പൊ ഈ ഒരു ഇന്റഗ്രൽ വാല്യൂ ഈ ഡി എക്സും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തുമ്പോൾ നമുക്ക് ബാക്കി വരുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇതിനെ റിമൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് ആർ സൈൻ തീറ്റ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ ആർ സൈൻ തീറ്റ ഇതിന്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ r² ആയി ബാക്കി ഒരു സൈൻ തീറ്റ വരും. ഇനി r × r² ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു r³ വരും. അപ്പൊ അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ തീറ്റയുടെ ഇന്റഗ്രേഷൻ നമ്മൾ ലാസ്റ്റത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്, നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. അപ്പൊ നോക്കി, ഇവിടെ r³ ആണ്. r³ ഇന്റഗ്രൽ എന്താണ്, r⁴/4. ആറിന്റെ വേരിയേഷൻ എവിടെ തൊട്ടാണ്, 0 നിന്ന് 1 വരെ. അപ്പോഴത്തേക്ക് നമ്മൾ ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 0 വരും, അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 1/4 ആയി. അപ്പൊ ഈ ഒരു ഇന്റഗ്രല് r³ ഇന്റഗ്രൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 ആണ്. 1/4 കോൺസ്റ്റന്റ് ആണ്, ഞാൻ പുറത്തെടുത്ത് എഴുതി. ഇനി ഇതിനെ നമുക്ക് സൈൻ തീറ്റ കോസ് തീറ്റ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം, ഞാനൊരു 2നെ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/4 എന്തായി, 1/8. അപ്പൊ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്തായി, സൈൻ 2 തീറ്റ. ഇനി സൈൻ 2 തീറ്റയുടെ ഇന്റഗ്രൽ എന്താണ് വരുന്നതെന്ന് പറഞ്ഞാൽ, സൈൻ 2 തീറ്റയുടെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ 1/8 കോൺസ്റ്റന്റ് ആണ്. സൈൻ 2 തീറ്റയുടെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ -cos 2 തീറ്റ / 2 എന്നും പറഞ്ഞു വരും. ഫ്രം എവിടെ തൊട്ട് എവിടെ വരെ, 0 to π/2 വരെ. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുമെന്ന് നോക്കാം. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/8 അതുപോലെ തന്നെ എഴുതി. ഈ ഹാഫിനെ നമുക്ക് വേണമെങ്കിൽ പുറത്തോട്ട് എടുക്കാം, ഈ ഹാഫിനെ പുറത്തെടുത്തി. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ മൈനസിനെയും പുറത്തെടുത്തു, ഈ മൈനസിനെയും പുറത്തെടുത്തു. അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ cos 2 തീറ്റ ആകുമ്പോൾ 2π/2ന്റെ വാല്യൂ -1 ആണ്, മൈനസ് ലോവർ ലിമിറ്റ് ആകുമ്പോൾ cos 0യുടെ വാല്യൂ 1 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊരു -2 എന്നും പറഞ്ഞ് കിട്ടും. ഈ 2ഉം ഈ ഹാഫ് കൂടി ക്യാൻസൽ ആവും, ഈ മൈനസും ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 1/8 എന്നും പറഞ്ഞ് കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അപ്പൊ K2ന്റെ എല്ലാ മൊഡ്യൂൾസും അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും ക്ലാസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. അതിനകത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും, അതായത് ഫ്രം ബേസിക്സ്, നിങ്ങൾക്ക് ഇപ്പോൾ +2 വേണ്ട ബേസിക്സ് ഇല്ലെങ്കിൽ അതും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ A to Z എല്ലാ കാര്യങ്ങളും ഞാൻ വെച്ചിട്ട് ക്ലാസ് റൺ ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ ഞാൻ കണ്ടന്റ് ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടാണ് യൂട്യൂബിൽ അധികം കണ്ടന്റ് ഇടാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പരീക്ഷയ്ക്ക് മുന്നേ എത്ര പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുന്നു അത്രയും മുന്നേ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ 5 മൊഡ്യൂളും കംപ്ലീറ്റ് കാര്യങ്ങൾ, അതായത് ഫ്രം ബേസിക്സ് എല്ലാം പറയുന്നുണ്ട്, എന്തുകൊണ്ട് അങ്ങനെയാണ്, ഏതൊക്കെയാണ് വേണ്ടത്, കംപ്ലീറ്റ് സിലബസ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. പിന്നെ PYQ കൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾമോസ്റ്റ് ഫുൾ മാർക്ക് കിട്ടും മാത്സിന്. അപ്പോഴത്തേക്കും ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ
കോൺടാക്ട് ചെയ്യുക. ക്ലാസ് ഓൺഗോയിങ് ആണ്. നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി.